Rahul, the Congress, the opposition MP is clearly saying that you should instead ensure that there is protection given to us when we march. This is a democratic. The Delhi police sources are indicating to us that there is no permission available. The Office of the Election Commission of India. Rahul is with us for more on that story. Rahul, this is going to be a big security. ഇപ്പോൾ നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ ഒരു വലിയ മാർച്ചിൻ്റെ വീഡിയോ ആണ്. വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ചെയ്ത ഏറ്റവും നല്ല കാര്യം ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി എടുത്ത ധീരമായ തീരുമാനം. അപ്പോഴും നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചേ പറ്റൂ. ഈ ക്രമക്കേടുകൾ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എവിടെയായിരുന്നു? അതിന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉത്തരം പറയണം. ഒറ്റമുറി വീട്ടിൽ നിന്ന് 80 പേരുടെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ ആ ഒരു ബൂത്തിൽ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ഏജൻറ്റുമാർ ആരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കണ്ണിൽ ഇതൊന്നും പെട്ടിരുന്നില്ലേ? ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കേണ്ട കോൺഗ്രസ്സിന് ഉത്തരവാദിത്വമൊന്നുമില്ലേ? അത്ര കണ്ട് ദയനീയമാണോ കോൺഗ്രസിൻ്റെ സ്ഥിതി? രാജ്യമൊട്ടുക്കും കോൺഗ്രസിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ എന്തിനാണ് നരേന്ദ്രമോദിയെയും BJPയെയും കുറ്റം പറയുന്നത്? വോട്ടും വാങ്ങി ഭരണത്തിലെത്തുക എന്നല്ലല്ലോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കടമ. തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കാൻ വേണ്ടിയാണല്ലോ അതാത് രാഷ്ട്രീയ കക്ഷികൾക്ക് ഏജന്റുമാരെ ബൂത്തുകളിൽ നിയമിക്കുന്നത്. ക്രമക്കേട് നടന്നുവെന്ന് പറയുന്ന ബൂത്തുകളിൽ കോൺഗ്രസിന് ഏജന്റുമാരുണ്ടായിരുന്നില്ലേ? ആ ഡ്യൂട്ടി അവർ നിർവഹിച്ചില്ലേ? ഈ ചോദ്യം രാഹുൽ ഗാന്ധിയോട് ഇന്ത്യ ചോദിക്കണം, ചോദിച്ചേ തീരൂ. പ്രതിപക്ഷ MP മാരെ അണിനിരത്തി പ്രതിഷേധിക്കുമ്പോൾ ഈ ചോദ്യങ്ങളും രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും ഇന്ത്യക്കാർ ചോദിക്കും. അതിനുത്തരം പറഞ്ഞേ പറ്റൂ. രാഹുലിൻ്റെ പാർട്ടി അത്രമാത്രം തകർന്നടിഞ്ഞു കിടപ്പാണോ? അതിന് പ്രവർത്തിക്കാനായിട്ട് ആളില്ലേ? സെൻട്രൽ ബാംഗ്ലൂരിലെ മഹാദേവപുരം മണ്ഡലം മുനീറടി ലേഔട്ടിലെ 35 നമ്പർ വീട്, ഈ വീട്ടു നമ്പറിലാണ് ക്രമക്കേട് നടന്നതായി രാഹുൽ ഗാന്ധി ഉയർത്തി കാട്ടിയ തെളിവ്. 80 വോട്ടർമാർ ഈ മണ്ഡലത്തിൽ ഈ വീട്ടു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. 2-3 പേർക്ക് പോലും താമസിക്കാൻ സൗകര്യമില്ലാത്ത ഈ വീട്ടിലെ 80 വോട്ടർമാർ. അവിടെ ഇപ്പോൾ താമസിക്കുന്നത് ബംഗാളി കുടുംബം. അവരുടെ വോട്ടോ ബംഗാളിലും. ഈ ഒറ്റമുറി വീട്ടിൽ നിന്ന് ഒരേ അഡ്രസ്സിൽ നിന്ന് 80 വോട്ടർമാർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി? താങ്കളുടെ പാർട്ടിയുടെ ബൂത്ത് ഏജന്റുമാർ, രാഷ്ട്രീയ പ്രവർത്തകർ അവർ കണ്ണടച്ചിരിപ്പായിരുന്നോ? അവർക്ക് ഈ വോട്ടർമാരെ ആരും നേരിട്ട് പരിചയമില്ലേ? പരിചയമില്ലാത്ത ഏജന്റുമാരാണോ ബൂത്തിലിരുന്നത്? ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ താങ്കളുടെ പാർട്ടിക്കും മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കും ഒന്നും ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ലേ? അതിപിടുക്കന്മാർ എല്ലാം സാധിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് നടത്തിയിട്ട് എന്താണ് പ്രയോജനം? എന്തായാലും വളരെ വൈകിയാണെങ്കിലും ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതിൽ താങ്കളെ അഭിനന്ദിക്കുന്നു. താങ്കളുടെ ആരോപണങ്ങളിൽ എന്തെങ്കിലും വിധത്തിൽ കടമ്പുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ഈ വിഷയത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. സ്പേസ് മലയാളത്തിൽ മറ്റൊരു വിഷയവുമായും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.